പുത്രിയുടെ ഭാവി ജീവിതം സുഖമാകണം. മാതാപിതാക്കൾക്ക് ഏറ്റവും വലിയ സന്തോഷം അതാണ്. ദുഃഖിക്കരുത് മേനാറാണി. ഹർഷോല്ലാസത്തോടെ പുത്രിക്ക് വിട നൽകൂ. നാരായണ 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 ശ്രീമൻ നാരായണ നാരായണ നാരായണ. നാരദ, അങ്ങിവിടെ എന്തു ചെയ്യാനാ? മേനാറാണിയുടെ ദുഃഖം എന്നെ ഇവിടെ എത്തിച്ചു. പക്ഷേ റാണിയുടെ ദുഃഖത്തിന് കാരണം എന്താണ്? പുത്രിയുടെ വിയോഗമാണ് ദുഃഖത്തിന് കാരണം നാരദ. നാരായണ നാരായണ. മേനാറാണി, അവിടുന്ന് ദുഃഖിതയാകാൻ കാരണം ഭഗവാൻ ശിവൻ പുത്രിക്ക് അയോഗ്യനാണ് എന്നതാണോ? അല്ല ദേവശി, അല്ല, ഒരിക്കലുമല്ല. ശിവൻ പ്രപഞ്ചത്തിലെ ശ്രേഷ്ഠനായ വാരനാണ്. എന്റെ പുത്രി പാർവതി ശിവനോടൊത്ത് സുഖമായിരിക്കും. എന്റെ മനസ്സിൽ അദ്ദേഹത്തെ കുറിച്ച് ശങ്കയുണ്ടായിരുന്നു. അവ മൂലം ഞാൻ ദുഃഖിച്ചുമിരുന്നു. എന്നാൽ ഇപ്പോൾ എന്റെ എല്ലാ ശങ്കകളും സമാപ്തമായി ദേവശേ. പിന്നെ എന്തിനാണ് ഈ ദുഃഖം? പ്രസന്നയായി സ്വന്തം പുത്രിക്ക് വിട നൽകിക്കൂടെ? അവിടുന്ന് പുത്രിയെ മോഹിക്കുന്നു. പുത്രിയാകട്ടെ ഭഗവാൻ ശിവശങ്കരനിൽ മോഹിതയാണ്. വിവാഹശേഷം അവിടുത്തെ മോഹത്തിനല്ല, പുത്രിയുടെ മോഹത്തിനാണ് മഹത്വമേറുക. ഇനി മോഹം ത്യജിച്ച് പ്രസന്ന മനസ്സോടെ പുത്രിക്ക് വിട നൽകൂ. ഞാനൊരു അമ്മയല്ലേ? പുത്രി മോഹം എങ്ങനെ ത്യജിക്കും? സ്വന്തം ഹൃദയത്തിന്റെ അംശത്തെ അടർത്തിയെടുത്ത് വിട നൽകുക എളുപ്പമാണോ? എന്റെ മോളെ, മേനാറാണി, പുത്രിയെ സഹർഷം യാത്രയാക്കൂ. അതെ, സമസ്ത ദേവന്മാരും പ്രതീക്ഷിച്ചു നിൽക്കുന്നു. ദമ്പതിമാർക്ക് വിട നൽകിയാലും ഇനിയും വിളംബം ഉചിതമല്ല. നാരായണ നാരായണ. നടക്കും മഹാറാണി. വരൂ മകളെ. എന്റെ മോളെ, എന്റെ മകളെ, എന്റെ പുത്രി നല്ലത് വരും. വന്നാലും മഹാദേവ, യാത്രയാകാൻ സമയമായി.
ഇതാ അങ്ങക്ക് എന്റെ സർവസ്വവും സമർപ്പിക്കുന്നു. വളരെ ഓമനിച്ച് വളർത്തിയതാണ് എന്റെ പുത്രിയെ. അവളെ ശ്രദ്ധിക്കണേ വിശ്വനാഥ. അങ്ങൊട്ടും വിഷമിക്കേണ്ട. ഞാൻ പതിധർമ്മം പാലിച്ചുകൊണ്ട് പാർവതിയുടെ സുഖദുഃഖങ്ങളിൽ ഭാഗഭാക്കാകും. എന്നാൽ നടക്കാം മഹേശ്വര. താങ്കളുടെ ഇഷ്ടം. കൈലാസപതി ശിവശങ്കരൻ ജയിക്കട്ടെ. ദേവി പാർവതി ജയിക്കട്ടെ. കൈലാസപതി ശിവശങ്കരൻ ജയിക്കട്ടെ. ദേവി പാർവതി ജയിക്കട്ടെ. കൈലാസപതി മഹാദേവൻ ജയിക്കട്ടെ. ദേവി പാർവതി ജയിക്കട്ടെ. ഹേ ശിവശങ്കര, വിവാഹത്തിന്റെ ഈ ശുഭമുഹൂർത്തത്തിൽ ഞങ്ങളുടെ എല്ലാവരുടെയും അനുമോദനം സ്വീകരിച്ചാലും. നവദമ്പതിമാർക്ക് അനേകം ആശംസകൾ. ശിവപാർവതി ഇരുവർക്കും ആശംസകൾ. ഇനി കൈലാസം പുഷ്പിതമാകും. അതെ, വധു എത്തുമ്പോൾ ഗ്രഹത്തിന് ശോഭയേറുന്നു. ശോഭ ഗൃഹപ്രവേശം ചെയ്തു കഴിഞ്ഞു. അത്യന്തം മംഗളകരമായ സമയമാണ്. അതെ ദേവരാജ, നാലുപാടും മംഗളപൂർണമായ അന്തരീക്ഷം. ഇത്ര ശുഭമുഹൂർത്തം ഇതിനു മുൻപ് ഉണ്ടായതായി തോന്നുന്നില്ല. കാലം പരിവർത്തനശീലനാണ് ദേവരാജ. ഞങ്ങളുടെ എല്ലാം മംഗളാശംസകൾ. അവിടുത്തെ ദാമ്പത്യ ജീവിതം സുഖസമൃദ്ധിയാൽ പൂർണ്ണമാകട്ടെ. നിങ്ങൾക്കേവർക്കും അനേകം കൂപ്പുകൈ. വിവാഹത്തിൽ പങ്കെടുത്ത് ചടങ്ങിന് ശോഭ വളർത്തി പൂർണ്ണ സഹകരണം നൽകി ഞാൻ ഏവർക്കും നന്ദി പറയുന്നു. നാരായണ നാരായണ. ധന്യമാണ് അങ്ങും അങ്ങയുടെ ലീലകളും ധന്യമാണ്. സമ്പൂർണ്ണ ജഗത്തിന്റെയും ഭാരം വഹിക്കുന്ന വ്യക്തി ഇന്ന് സ്വയം നന്ദി പറയുന്നു. നാരദ, നിന്റെ മനസ്സിൽ എന്ത് ഭാരമാണുള്ളത്? മഹാദേവ, ത്രിലോകങ്ങളിലും താരകാസുരൻ സർവരുടെയും ജീവിതത്തിന് ഭാരമായി തീർന്നിരിക്കുന്നു. ഇതും ഒരു ഇളകാത്ത സത്യമല്ലേ? താരകാസുരന്റെ വധം അങ്ങയുടെ പുത്രൻ നിർവഹിക്കുമെന്നത്. പക്ഷേ അതുവരെ അവന്റെ അക്രമത്തിൽ നിന്ന് ദേവന്മാർ എങ്ങനെ രക്ഷപ്പെടും മഹാദേവ? എങ്ങനെ രക്ഷപ്പെടും? നാരദ, നീ ദാനവ മാനവന്മാരുടെ ഇടയിൽ ഒരുപോലെ പൂജിതനാണ്. ചെന്ന് താരകാസുരന് സൽബുദ്ധി നൽകൂ. പാപത്തിൽ നിന്ന് അകന്നു നിൽക്കാൻ ഉപദേശിക്കൂ. ദുഷ്ടനും അഹങ്കാരിയും ദുരഭിമാനിയുമായ വ്യക്തി സുബുദ്ധിയിൽ നിന്ന് ദൂരെ പോകുന്നു. സുബുദ്ധി ഉപദേശിക്കുന്ന വ്യക്തിയെ ആക്രമിക്കാൻ പിന്നാലെ ചെല്ലുന്നു. വിഷമിക്കേണ്ട ഒരാവശ്യവുമില്ല. ഉപായം കാണാൻ നീ സമർത്ഥനാണ്. എന്നിട്ടും മാറ്റമുണ്ടായില്ലെങ്കിൽ നാം മറ്റുപായം നടപ്പിലാക്കാം. ഹര ഹര മഹാദേവ. ഓം നമഃ ശിവായ. ഓം നമഃ ശിവായ.
Shiva